പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ ശ്രീനന്ദനം. ഇന്ന് കെള്ളിയാറിൻ്റെ കരമനയാറിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് സമർപ്പിക്കുന്നത്. ഇത് മൂന്നാം മൂട് ഭാഗത്തുള്ള ആറിൻ്റെ ഒരു ഒഴുക്കാണ്. ഇവിടെ തമ്പുരാൻപാറ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇതിനടുത്ത് തന്നെ ഒരു തമ്പുരാൻ ക്ഷേത്രവും വെള്ളത്തോട് ചേർന്നാണ് ക്ഷേത്രം പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നദികളെക്കുറിച്ച് ഉള്ള സീരീസ് 2ആണിത്. ഒന്നാമത് നേരത്തെ അരുവിക്കര കാണിച്ചിരുന്നു. മഴ പെയ്ത് നല്ലവണ്ണം വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല കുത്തൊഴുക്കുള്ള സ്ഥലമാണ്. പല അപകടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. പാറക്കൂട്ടങ്ങൾ തങ്ങി നിൽക്കുന്ന അതിന് മുകൾ വശത്തൂടെയാണ് വെള്ളം ഒഴുകുന്നത്. പാറയിൽ നല്ല വഴുക്കലുണ്ട്. ഈ വഴുകിയാണ് ആൾക്കാർ പലരും വെള്ളത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ജീവൻ തന്നെ നഷ്ടപ്പെടുന്നത്. എത്ര സുന്ദരമായി ഒഴുകുന്ന ഈ നദികളെയാണ് നമ്മൾക്കുള്ള മനുഷ്യർ വേസ്റ്റും മറ്റുള്ള പാഴ്വസ്തുക്കളും കൊണ്ടിട്ട് വൃത്തികേടാക്കുന്നത്. ഒന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജലസമ്പത്ത് നല്ലവണ്ണം ഉപയോഗിക്കാൻ സാധിക്കും. മനുഷ്യരായ നമ്മൾ തന്നെ ചെയ്യണം. അതിനു വേണ്ടി കൂടിയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. എല്ലാ പ്രേക്ഷകരും ഇത് കാണുകയും ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാവരും ബോധവൽക്കരണമുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. എന്നാലും നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള നല്ല ദൃശ്യങ്ങൾ പതിഞ്ഞാൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ബോധവൽക്കരണം ഉണ്ടാവാൻ കഴിയും. നമ്മളാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ നമ്മൾ നദികളെയും പുഴകളെയും ഡാമുകളെയും ഒക്കെ സംരക്ഷിക്കാൻ കഴിവുള്ള ആൾക്കാർ കൂടെയാണ്. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. നമ്മളിത് അറിഞ്ഞ് ചെയ്യണം. എല്ലാവരും ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകൃതിയെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം. തമ്പുരാൻ പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വെള്ളേക്കടവ് പോകുന്ന ഭാഗത്ത് വച്ച് തിരിഞ്ഞ് മൂന്നാം മൂട് എന്നുള്ള ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ ഈ തമ്പുരാൻ പാറ ക്ഷേത്രത്തിലും ഈ പുഴയിലും എത്താം. വളരെ മനോഹരവും ഭംഗിയുള്ളതായ ഒരു പ്രദേശമാണ്. ശരിക്കും കാനനപാതയിലൂടെ അരുവി ഒഴുകി വരുന്ന ആ ഒരു നല്ല ഫീലിംഗ് നമുക്ക് നൽകുന്നുണ്ട്. സമൃദ്ധമായ ജലം അരുവിക്കര ഡാമിൽ നിന്നും വരുന്ന കൈവഴിയാണ്. ഇതിനെ കരമനയാറ് എന്ന് പറയപ്പെടും. കരമന ആറ്റിലേക്ക് ചെന്ന് ചേരുകയും കുണ്ടമൺകടവ് കരമന തളിയൽ വഴി നേരെ തിരുവല്ലത്തേക്ക് പോകുന്നു ഈ നദി.
വളരെ സ്വച്ഛ സുന്ദരമായി ഒഴുകുന്ന ഈ പുഴ നമുക്ക് എന്നും സമൃദ്ധമായ വെള്ളം നൽകുന്നുണ്ട്. പല ശുദ്ധീകരണ പമ്പിംഗ് സ്റ്റേഷനുകളും ഇതിൻ്റെ അടുത്തടുത്ത ഭാഗങ്ങളിലുണ്ട്. അവിടെ നിന്നാണ് എല്ലാ പേർക്കും ആ ഒരു കുടിവെള്ളം ലഭിക്കുന്നത്. ഇത് കുണ്ടമൻകടവ് ഭാഗമാണ്. കരമനയാറിൻ്റെ ഒരു ഭാഗം തന്നെ ഇത് വെള്ളയക്കടവിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെള്ളയക്കടവ് വഴി നേരെ ഇത് ജഗതി, കരമന, തളിയൽ വഴി തിരുവല്ലത്തേക്ക് ഈ നദി ഒഴുകിപ്പോകുന്നു. മഴ മൂലമാണ് വെള്ളം ഇത്ര കലങ്ങി കിടക്കുന്നത്. നല്ല തെളിഞ്ഞ നീരാണ് ഇതിൽ ഒഴുകുന്നത്. അതിനാൽ ഈ പ്രദേശം വളരെ മനോഹരമാണ്. വെള്ളയക്കടവ് ഭാഗവും മറ്റു പ്രദേശങ്ങളാണ് ഈ കാണുന്നത്. വളരെ ഹരിതാപമരമായ ഈ കാഴ്ച ഇത് തമ്പുരാൻപാറ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ്. വളരെ ഭംഗിയോടെ ക്ഷേത്രം സൂക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ ഭാരവാഹികൾ മുൻകൈയെടുത്ത് ക്ഷേത്രത്തിന് വളരെ ഭംഗിയായിട്ടുള്ള സംരക്ഷണവും നൽകുന്നുണ്ട്. കർക്കിടക വാവ് ബലി ദിവസങ്ങളിൽ ഇവിടെ അനേകം ഭക്തജനങ്ങൾ വന്ന് ബലിയർപ്പിക്കാറുണ്ട്. അതിനും കൂടി നല്ല ഭംഗിയായ ഒരു ക്ഷേത്രവും ആ പുഴയുമാണ്. ക്ഷേത്രത്തിൽ ബലിപ്പുരയാണ്. തൊട്ടടുത്ത് തന്നെ പുഴ നല്ലവണ്ണം ഒഴുകുന്നു. ഇവിടെയാണ് ബലിതർപ്പണം നടത്തുന്നത്. എല്ലാ വർഷവും കർക്കിടക ബലി ഇവിടെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ സംരക്ഷണയിലാണ് ഈ ബലിപൂജയും കാര്യങ്ങളും നടക്കുന്നത്. ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തുവാൻ വളരെ സൗകര്യമാണ്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഏകദേശം 10-12 കിലോമീറ്ററിനകത്ത് ഇത് ഉണ്ടാകുള്ളൂ. വന്നു പോകാൻ എളുപ്പമാണ്. എപ്പോഴും ബസ് സർവീസ് ഉള്ളൊരു സ്ഥലമാണ്.
ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഷെയറും നൽകുക. എല്ലാവരോടും നന്ദി, നമസ്കാരം. സുരേഷ് കുമാർ ശ്രീനന്ദനം എന്ന ചാനൽ വെൽക്കം.